ജോബിന് വരുന്ന ആൾക്കാർ എന്ത് ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്തുകൂടാ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് ആൾക്കാരെ ഇങ്ങനെ ആ വിഷയത്തിൽ മോട്ടിവേറ്റ് ചെയ്യും. കാരണം അവർക്ക് നല്ല മോട്ടിവേഷൻ വേണം. പലരും നല്ല ടാലൻറ്റഡാണ്, ഹെവി ടാലൻറ്റഡാണ്. പക്ഷേ അവരെല്ലായിടത്തും പോകുമ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒരാൾ ജോലി കൊടുത്താലല്ലേ എക്സ്പീരിയൻസ് ഉണ്ടാവും. അതെ അതെ. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഞാൻ അവരോട് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുക, ഒരു ബാച്ചിലർ റൂമിൽ 5 ആളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ, അല്ലെങ്കിൽ ആൺകുട്ടികളാണെങ്കിലും, എവിടെയാണെങ്കിലും നിങ്ങൾ എഴുന്നേൽക്കുന്നത് 11 മണിക്കായിരിക്കും. അതെ. ഇന്ന് ജോബിയൊന്നും ഇല്ലല്ലോ. ബാക്കി എല്ലാവരും എഴുന്നേറ്റ് പോയി ഒരു 11 എഴുന്നേറ്റ് ഒരു 12 മണിക്ക് ഒരു ചായയൊക്കെ കുടിച്ച് മെല്ലെ അതിന് CV ഒക്കെ അയച്ച് വൈകുന്നേരമായി. അതോടെ നിങ്ങൾ ദിവസം തീർന്നു. നിങ്ങളൊരു അക്കൗണ്ടൻറ്റിൻ്റെ ജോബിനാണ് വരുന്നെങ്കിൽ ഇവിടുത്തെ കോർപ്പറേറ്റ് ടാക്സിനെ കുറിച്ച് നിങ്ങൾക്ക് വിവരമുണ്ടാവില്ല. ഒരു ഇൻ്റർവ്യൂവിന് പോയാൽ വാറ്റിൻ്റെ എത്ര പെർസെൻറ്റേജാണ്, എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മറുപടിയില്ല. ഒരു ഡാറ്റ എൻട്രി നടത്തുമ്പോൾ ആ ഡാറ്റ എൻട്രിയും ബാക്ക് എൻഡിൽ ലെഡ്ജറുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയില്ല. ഒരു P&L എടുക്കണം നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ പഠിച്ച് അക്കൗണ്ടൻ്റാണ്, ACC ആണ്, അത് കഴിഞ്ഞ് നേരെ വന്നു ഒരു പ്രാക്ടിക്കൽ നോളേജ് നിങ്ങളുടെ തലയിലില്ല, നിങ്ങളുടെ കയ്യിലില്ല. അങ്ങനത്തെ ആൾക്ക് എങ്ങനെ ജോബ് കിട്ടും? പക്ഷേ ഇതൊക്കെ എങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റുമോ? പഠിക്കാൻ പറ്റും. നിങ്ങളൊന്നും മെനക്കെട്ടാൽ പഠിക്കാൻ പറ്റും. നിങ്ങൾക്കിപ്പോൾ യൂട്യൂബ് ചാനലുണ്ട്. ഏത് കാര്യവും ലോകത്തുള്ള കാര്യം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ കിട്ടും. മതി. പഠിക്കുക കുറച്ച്. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് 8:30 മണിക്ക് നിങ്ങൾ കമ്പ്യൂട്ടർ മുന്നിൽ ഇരിക്കണം. നിങ്ങൾ വിചാരിക്കണം, ഇതെൻ്റെ ജോബ്, എനിക്ക് ജോബ് കിട്ടി, ഐ എം എംപ്ലോയിഡ്. ആ ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ മനസ്സിൽ വന്നാൽ നിങ്ങൾ ജയിച്ചു. എവറിത്തിങ് ഡിപ്പെൻഡ്സ് ഓൺ മാനിഫെസ്റ്റേഷൻ. ഇത് ദിവസം നിങ്ങൾ റൂട്ടീൻ ചെയ്തിട്ട് അപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് ഐഡിയാസ് വരും, ഒരുപാട് കാഴ്ചകൾ വരും, ഒരുപാട് ലൈറ്റ് വരും. ആ ലൈറ്റിലേക്ക് നിങ്ങളെ തിരിച്ചു വിട്ട് കഴിഞ്ഞാൽ അടുത്ത ഇൻ്റർവ്യൂ നിങ്ങൾ പോകുമ്പോൾ ഉണ്ടല്ലോ, ഉറപ്പായിട്ടും ജോബ് കിട്ടും. ഇത് ദുബായിലെ തൊഴിലന്വേഷകർക്ക് മോട്ടിവേഷനാണ്. ഈ ടെക്നോളജി തന്നെ ഉപയോഗിച്ച് സപ്പോർട്ട് വയനാടിൻ്റെ കൈത്താങ്, അത് വെബ്സൈറ്റാണ് ഉണ്ടാക്കിയത്. വെബ്സൈറ്റ് അതിൽ 24 മണിക്കൂർ കൊണ്ട് 300 മനുഷ്യർ വീട് ഒഴിഞ്ഞു കൊടുക്കാമെന്നാണ്, പുതിയ വീട് വെച്ച് കൊടുക്കാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പശ്ചാത്തലം പറയാം. നമ്മൾക്കിപ്പോൾ വയനാട്ടിൽ 9,000-ലധികം ആൾക്കാർ അവിടുത്തെ ക്യാമ്പിലുണ്ട്, ദുരിതാശ്വാസ ക്യാമ്പിൽ. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ന് രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് സുബഹി നിസ്കരിക്കണം. ഒരു മുസ്ലിം ആണെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരാളെങ്കിൽ രാവിലത്തെ ഒരു പൂജ നടത്തണം. ആദ്യം അവർ ബാത്റൂം പോയി കൈമുഖമൊക്കെ കഴുകി വന്നിട്ട് അവർ ഇരുന്നിട്ടാണ് അത് ചെയ്യുക. ഈ ക്യാമ്പിലിരിക്കുന്ന ആർക്കെങ്കിലും അത് ചെയ്യാൻ പറ്റില്ല. ഒരു ആർത്തവമുള്ളൊരു സ്ത്രീ ഒരു പാഡ് മാറ്റണം, പ്രൈവറ്റായിട്ട് മാറ്റാൻ പറ്റും. ഒരു കുട്ടിക്കൊന്ന് മുലമെടുക്കാൻ പറ്റും. എന്താ ചെയ്യാൻ പറ്റുക ക്യാമ്പിലായിരുന്നിട്ട്? ഒരു കുടുംബം ഒരു കട്ടിലേക്ക് ചുരുങ്ങി എന്നാണ് ഇന്ന് ഞാൻ മിനിസ്റ്റർ വിളിച്ചപ്പോൾ അവിടുത്തെ കണ്ണനോട് പറയുന്നത്. മുനീർ, ഒരു കട്ടിലേക്കാണ് ഒരു കുടുംബം ചുരുങ്ങിയത്. ഈ വീടെടുത്ത് കൊടുക്കുക, ടൗൺഷിപ്പ് എടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ നടക്കില്ലല്ലോ. ഇതിൻ്റെ തെളിവെടുപ്പ്, നടപ്പിലാക്കൽ, കാര്യങ്ങൾ എല്ലാം നൂലാമാലം കഴിഞ്ഞൊരു 6 മാസം, ഒരു കൊല്ലം. ഈ 6 മാസം ഇവർ ഈ ക്യാമ്പിൽ, മുമ്പ് വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പോൾ വെള്ളം ഇറങ്ങിയാൽ വീട്ടിൽ പോകാം, വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. ഇന്ന് എവിടെ പോയി വരും? പോകാൻ വീടില്ല, തൊഴിലില്ല, ഒന്നുമില്ല. എല്ലാ സമ്പാദ്യമില്ല, ID കാർഡില്ല, ഒന്നുമില്ല. ഒരുപാട് മെസ്സേജസ് വരുന്നത്, മോനെ ID കാർഡ് പോയിട്ട്, എനിക്ക് റേഷൻ കാർഡ് പോയിട്ട് ഒന്നുമില്ല, എന്തെങ്കിലും എന്നെ ഇവിടെ നിന്ന് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റും. ആ ചോദ്യം കേട്ടാൽ അങ്ങനെയാണ് തോന്നിയത്, എന്താണ് ഇപ്പോൾ ഇവർക്ക് ചെയ്യാം? അപ്പോൾ എല്ലാവരും വാടക വീട് അന്വേഷിക്കുന്നു. അത് ചെയ്യുന്ന എത്ര വാടക വീടാണ് അവിടെ കിട്ടുക? നമ്മുടെ നാട്ടിലൊരു അങ്ങനെ ഒരു ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ഏരിയ അല്ല. ഇപ്പോൾ ദുബൈയിലെ പോലെ ഒരുപാട് ഹോട്ടലുകളോ ഒരുപാട് അങ്ങനെയൊന്നും സിറ്റുവേഷൻ ഇല്ലാത്തൊരു സ്ഥലമാണത്. അപ്പോഴാണ് തോന്നിയത്, നമ്മുടെ വീടുകൾ തന്നെ എത്രയോ കെട്ടിക്കിടക്കുന്നുണ്ട്. മണിമാളികകൾ കെട്ടിക്കിടക്കുന്നുണ്ട്, കുഞ്ഞു വീടുകളുണ്ട്, ക്വാർട്ടേഴ്സുകളുണ്ട്, ലോഡ്ജുകൾ. ഇവിടുത്തെ പ്രവാസികളുടെ മുഴുവൻ വീടുകളും കാസർഗോഡ് മുതൽ കണ്ണൂർ, തൃശ്ശൂർ, പാലക്കാട് വരെ നോക്കിയാൽ ആയിരക്കണക്കിനുണ്ട്. എന്തുകൊണ്ട് ഇത് നമുക്ക് യൂട്ടിലൈസ് ചെയ്തുകൂടാന്നുള്ള ചിന്ത വന്നപ്പോഴാണ് ഈ സപ്പോർട്ട് വയനാടിലൂടെ അങ്ങനെ ഒന്ന് ക്രോഡീകരിക്കാനുള്ള ഒരു ശ്രമം നടത്തിയത്. അതിന് അഭൂതപൂർവമായ ഇപ്പോൾ ഇതാണ് സംസാരിക്കുന്നവരെ ഏതാണ്ട് 155ഓളം വീടുകൾ ഏതാണ്ട് 797 ആൾക്കാർക്ക് കൊടുക്കാനുള്ള ഒരു ഇപ്പോൾ വരെ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആൾക്കാർ നിലവിലുള്ള വീടുകൾ അവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ കൊടുക്കുന്നു. ഇവർക്ക് വീട് ഉണ്ടാകുന്നത് 1 മാസം, 2 മാസം, 6 മാസം വരെ. അപ്പോൾ അവർ ജീവിത ചെലവോ അത് ഒന്ന് ഗവൺമെൻറ് ഏറ്റെടുക്കും. അടുത്ത തദ്ദേശ സ്വയംഭരണ, ഇപ്പോൾ നിങ്ങൾ എൻ്റെ ചെറുവത്തൂർ ഫോർ എക്സാമ്പിൾ, അവിടെ നമ്മുടെ ഒരു വീടുണ്ടെങ്കിൽ അവിടത്തേക്ക് ഒരു കുടുംബമേ വരുള്ളൂ. കാരണം അത്രയും ഡിഫറെൻറ്റ് ഏരിയയിലാണിത്, ഒരു ഏരിയയിലല്ല എല്ലാവരും വരുന്നത്. അപ്പോൾ അവിടെ ഒരു അതിഥിയായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ ചുറ്റുപാട് ഈ വയനാട് എന്ന് പറഞ്ഞപ്പോൾ ഒരു വികാരമായി മാറി. ആ വയനാട് നിന്ന് വരുന്നൊരു കുടുംബത്തെ നോക്കാൻ ക്യൂ നിൽക്കില്ല ആൾക്കാരവിടെ. അതെ, അത്രേ ഉള്ളൂ. ആ സൈക്കോളജി, അതിനൊരു പ്ലാറ്റ്ഫോം വേണം.
ഒരാൾ എനിക്ക് എൻ്റെ വീട് കൊടുക്കാൻ ഞാൻ റെഡിയായി. ഇന്നലെ ആയിരുന്നു വിളിച്ചിട്ട്, കാഞ്ഞങ്ങാടുള്ള ഒരാൾ എന്നെ വിളിച്ചിട്ട്, സൗദിയിലാണ് ഒരു അശോക്, അയാൾ വിളിച്ച്, മുനീർ എൻ്റെ അടുത്ത് 12 സെൻറ്റ് സ്ഥലമുണ്ട്, 3 വീട് ഞാൻ വെച്ചു കൊടുക്കാം. എൻ്റെ വീട് അവിടെ ആരുമില്ല, വൈഫും ഇല്ല, ആരും കുട്ടികളില്ല, വീടും ഇവിടെ ഒഴിവുണ്ട്, ആരെങ്കിലും നീ അവിടെ താമസിപ്പിച്ച് എന്താണെന്ന് ചെയ്തു. 3 ആൾക്ക് ഞാൻ വീടും വെച്ചു കൊടുത്തു. ഒരു സ്ത്രീ പാലക്കാട് നിന്ന് അവരെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ വലിയ വീടാണ്, ഒരു 8 മുറിയുണ്ട് താഴെ മേലെയായിട്ട്, എത്ര ഫാമിലിനാണെങ്കിലും നിങ്ങൾ കൊണ്ടുവന്ന് താമസിപ്പിച്ചോളൂ, ഞാൻ അവിടെ ഇല്ല, എൻ്റെ ചാവിയൊക്കെ അവിടെ ഉണ്ട്, ഇന്നാളെ ബന്ധപ്പെട്ടാൽ മതി. മനുഷ്യത്താണ്. മിനിസ്റ്റർ എന്ന് പറഞ്ഞത്, നമ്മൾ മിനിസ്റ്ററായിട്ടും അതുപോലെ ജില്ലാ കളക്ടറുമായിട്ടാണ് നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നത്. അവർ പറഞ്ഞത് ഇത്രയും ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു ആവശ്യമാണ് ഇപ്പം നമുക്ക് വേണ്ടത്. ഈ ഒരു സന്ദർഭത്തിൽ ഇതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം. അതിനുള്ള നമ്മൾ ഓഫർ ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷൻ ഓഫർ ചെയ്യുന്നുണ്ട്. അവിടുത്തെ വണ്ടികൾ ഇപ്പോൾ ഇഷ്ടം പോലെ. ഒരാൾ BMW ഒരാൾ പറഞ്ഞു, കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമ്മൾ 24 hours എൻ്റെ ഡ്രൈവറെ കൊണ്ട് ഞാൻ ഓടിപ്പിക്കും, നിങ്ങൾ എടുത്തോളൂ, ഹെൽപ്പ് ദം. കാരണം അത് കാണാൻ പറ്റാത്ത അവസ്ഥയാണ് അവിടുത്തെ ഒരു സിറ്റുവേഷൻ. ഞാൻ കണ്ടിട്ടില്ലെങ്കിലും കണ്ടവരും നേരിട്ട് കാണുന്നവരും പറയുന്നത്, എങ്ങനെയെങ്കിലും അവരെ എവിടേക്കെങ്കിലും ഒന്ന് താമസിപ്പിച്ചാൽ അറ്റ്ലീസ്റ്റ് ഒന്ന് മനസമാധാനത്തോടെ. ഒരു മുനീർ എന്ന് പറഞ്ഞ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ എനിക്ക് 2 പെൺപിള്ളേരാണ്, ഒന്നിന് കെട്ടിച്ചു വിട്ടു, 21 വയസ്സുണ്ട് മറ്റവൾക്ക്, അവളെയും ഞാനും ഭാര്യയും കൂടി വിളിക്കുന്നത് എനിക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. ഇത് കണ്ടിട്ട് എന്ത് ആ കുട്ടീനെയും അവരെയും കൊണ്ട് എന്ത് ചെയ്യും എന്നുള്ളതാണ്. അയാൾ പറയുന്നത്, എനിക്കൊന്നുമില്ല എൻ്റെ കയ്യിൽ നിന്ന്, ഞാൻ എങ്ങോട്ട് പോകും, എന്തെങ്കിലും ഒരു വഴി. എല്ലാവരും സ്തബ്ധരാണ്, നിസ്സംഗരാണ്. ഒരു വികാരങ്ങൾ അങ്ങ് മരിച്ചും പോയ ആൾക്കാർ. അവർ പറയുന്നത്, അവർക്ക് എന്താ പറയുന്നത് അവർക്ക് അറിയുന്നില്ല. നമ്മൾ ഒരു സുപ്രഭാതത്തിലാണ് ഇത് സംഭവിക്കുന്നത്. ഇതൊരു ലോങ്ങർ പീരീഡാണ്, നാളെ വരും എന്നൊക്കെ പറഞ്ഞ് സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒറ്റയടിക്ക് എന്താ പ്ലാനുകളും എല്ലാ പ്രതീക്ഷകളും എല്ലാ സ്വപ്നങ്ങളും തകരുക എന്ന് പറയുന്നത് നമുക്കൊക്കെ വിചാരിക്കാൻ പറ്റും. നമുക്ക് ചെറിയൊരു കാര്യത്തിൽ ഒരു വിസ ഒരു ദിവസം അടിക്കാൻ ലേറ്റായി പോയാൽ നമ്മുടെ അവസ്ഥ എന്താണ്? ഒരു ID കാർഡ് ഒരു ദിവസം കണ്ടില്ലെങ്കിൽ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ ATM കാർഡ് ഒരു ദിവസം നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ ഫോണ് 1 മണിക്കൂർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതിൽ ആ നാട്ടിലെ മനുഷ്യന്മാരുടെ പ്രത്യേക ട്രോമയിലായിരിക്കില്ലേ ഇപ്പോൾ? അവരത് പറയുന്നത് നിസ്സംഗരാണ്. അവർ കരയുന്നില്ല, പലരും കരയുന്നില്ല എന്ന് മാത്രമല്ല, അവർക്ക് പറയുന്നത് എന്താണെന്ന് അവർക്ക് അറിയുന്നില്ല. ചെവി വെക്കുന്നില്ല ചില ആൾക്കാർക്ക്, പറയാൻ വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല. ഇതൊക്കെയാണ് അവിടുത്തെ അവസ്ഥ. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നത് ഒന്നുമല്ല, വളരെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള സർവീസ് നമ്മൾ കൊടുത്തപ്പോൾ 150 ഇത്രയും ആൾക്കാർ വന്ന് വീട് ഓഫർ ചെയ്യണം. 1000 ആൾക്കാരെ വീട് നമ്മൾ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ 9000 ആൾക്കാരെ നമ്മൾ മാറ്റി താമസിപ്പിക്കണം. ഇതാണ് ലക്ഷ്യം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ ഈ ഫുജേറ ഭാഗത്തേക്ക് യാത്ര ചെയ്ത് പോകുമ്പം ഈ സ്ലോ പ്രൊട്ടക്ഷൻ എന്നൊരു പരിപാടി GCC കൺട്രീസിൽ കണ്ടിട്ടുണ്ട്, ഒമാനിലും കണ്ടിട്ടുണ്ട്. പാറകൾ കമ്പിവേലി കൊണ്ട് കെട്ടിയിരിക്കുന്നത്. സത്യത്തിൽ അത് കെട്ടലല്ലോ, എനിക്കൊന്ന് ഭൂചലനത്തെ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റുന്ന ടെക്നോളജി നമ്മൾ ജീവിക്കുന്ന GCC കൺട്രീസിലും യൂറോപ്പ് കൺട്രീസിലും നടക്കുമ്പോൾ ഇത്രയും മലനിരകളുള്ള നമ്മുടെ നാടുകൾ എന്താണ് ഈ ടെക്നോളജി അവലംബിക്കാത്തത്? എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? അതിൽ എനിക്ക് അറിവ് കുറവാണ് പൊതുവെ ഈ വിഷയങ്ങളിലും. ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്ക് അതിനെക്കുറിച്ചുള്ള വലിയ അറിവില്ല. പക്ഷേ ഇപ്പോൾ അത് സേഫ് സോണായിട്ട് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി അവിടെ താമസം പാടില്ല എന്ന് വെച്ചിട്ട് ഒന്ന് ടൂറിസം സാധ്യതകൾ കുറേ കൂടുതലാണ്. മൺസൂൺ ടൂറിസം, ആ ഏരിയയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഊട്ടിയിൽ പോകുമ്പോൾ കാശ്മീരിൽ പോയിട്ടുണ്ടെങ്കിൽ കാശ്മീരിൽ ഹെവൻ ഓൺ എർത്താണ്. കാശ്മീർ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും, പക്ഷേ അവിടെ നടക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ വിചാരിക്കും പേടിച്ചു പോകും. നമ്മൾ ഇവിടെ നിന്നെങ്ങാനൊന്ന് താഴെ വീണ്, അവിടെ ഒരു സ്ലൈഡ് ഉണ്ടായിരുന്നല്ലോ, അവിടെ അത്രയും വരും. പക്ഷേ അവിടെയൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ അവിടുത്തെ താഴ്വരകളിൽ ഈ പറഞ്ഞ പോലെ തിങ്ങിപ്പാർക്കുന്ന ആൾക്കാർ കുറവാണ്. അതൊരു വേറെ ഏരിയയിലാണ് താമസമൊക്കെ. പക്ഷേ എന്ന് വെച്ചിട്ട് ഈ ടൂറിസവും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ കൂടി ചെയ്യുമ്പോൾ എന്തുകൊണ്ട് കാലാകാലമായിട്ട് അങ്ങനെയാണ്. ഇതുപോലെ ഒരു വിപത്ത് വരാനായിരിക്കും കാത്തിരുന്നിട്ടുണ്ടാകും. ഇതിനു മുമ്പും ഇഷ്ടംപോലെ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്, ഇത്ര വലിയ വിപത്ത് ഉണ്ടായിട്ടില്ല. അപ്പോൾ ആൾക്കാരൊരിക്കലും ഇങ്ങനെ ഒരിത്, പിന്നെ ഈ പറയുന്നതിലൊന്നും എനിക്കറിയില്ല എന്താണ് അതുണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. ഭൂമി എന്തായാലും നമ്മൾ പലതും നമ്മൾക്കറിയാം. നമ്മൾ മുന്നിൽ നോക്കുമ്പോൾ അറിയാം ഇത് എന്തായാലും ഇല്ലാണ്ടാവും, എന്നിട്ട് നമ്മൾ ഉണ്ടായിരിക്കുമോ? ഇല്ല. മനുഷ്യൻ്റെ ഒരു നേച്ചറല്ലേ, വന്നാൽ മാത്രമേ അത് നമ്മൾക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് കിട്ടുമ്പോഴാണ് നമ്മൾ പഠിക്കാമെന്നുള്ളൊരു ഇതല്ലേ. പിന്നെ ഇതൊന്നും ഈസി അല്ലല്ലോ. ഒരു റിഹാബിലിറ്റേഷൻ, ഒരു സമൂഹത്തെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക്, രാജ്യത്തേക്ക് മാറ്റിപ്പാർപ്പിക്കുക എന്ന് പറയുന്നതൊന്നും ഒരു ഈസി പ്രോസസ്സ് അല്ലല്ലോ. ഇവിടെ പാറകൾ അല്ലെങ്കിൽ മലനിരകൾ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ തകർക്കപ്പെടുകയാണ്. അല്ലെങ്കിൽ ഒന്ന് നമ്മളായിട്ട് തകർക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഇതേപോലുള്ള ഒരു ഫെഡറൽ സംവിധാനമുള്ള രാജ്യത്തിൻ്റെയും ഒരു ജനാധിപത്യ സംവിധാനമുള്ള രാജ്യത്തിൻ്റെയും ഘടനയിലും അതിൻ്റെ പ്രോസസ്സിങ്ങിലും
അതിൻ്റെ ഇതിലൊക്കെ ഡിഫറൻസ് ഉണ്ട്. ദുബായിൻ്റെ ഒരു കമ്പാരിസൺ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ജനങ്ങൾ വ്യത്യാസമുണ്ട്. ഇവിടെ ഉള്ളവരിൽ എത്ര ശതമാനം ഇവിടുത്തെ ആൾക്കാരുള്ളത്? ചെറിയ ശതമാനം. ബാക്കിയെല്ലാം പുറത്തുനിന്നുള്ള ആൾക്കാരല്ലേ. അവിടെ എല്ലാം അവിടുത്തെ എല്ലാത്തിനും അതിൻ്റേതായ ഇവിടെ ഒരു ട്രേഡിങ് സോണാണ്. ഇറ്റ്സ് എ സിറ്റി വെയർ ട്രേഡ്സ് ഈസ് ഹാപ്പനിങ്. അവിടെ ജീവിക്കുന്ന പച്ചയായ മനുഷ്യരാണ് ഉള്ളത്. ഇവിടെ പച്ചയായ മനുഷ്യരെ കാണാൻ പ്രയാസമല്ലേ. ഇവിടെ വന്നിരിക്കുന്ന ലേബർ ആണെങ്കിലും ഞാനാണ് നിങ്ങളാണ് എല്ലാം പുറത്തുനിന്ന് വന്ന ഒരു ദിവസം പോകുന്ന ആൾക്കാരാണ്. ഇവിടെയുള്ള നിങ്ങളൊരു അറബിയെ കണ്ടിട്ട് എത്ര ദിവസമായിട്ടുണ്ടാവും? ഇത്രയും വലിയ അമേരിക്കയിലും UK യിലൊക്കെ എത്രയോ ആൾ മരിച്ചു വീണിട്ടുണ്ട്. എത്ര വലിയ ജപ്പാനിലടക്കമുള്ള സ്ഥലങ്ങളിൽ എത്രയോ കലാമിറ്റീസ് ഉണ്ടാകുന്നുണ്ട്. അതങ്ങനെ പോകുന്നുണ്ട്. സോ അത് ഇന്നത് കൊണ്ടാണ് എല്ലാവർക്കും അറിയാം ഇന്നത് സംഭവിക്കും എന്ന് വെച്ചിട്ട് അമേരിക്കയിലും UK യിലും ടെക്നോളജി ഇത്രയും ഇതായിട്ട് പോലും അവിടെ സംഭവിക്കുന്നില്ലേ? അതിനാരെങ്കിലും നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ട് കാര്യം കലാമിറ്റിയെ നമുക്കൊരിക്കലും ഒരാളെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. ആർക്കും എപ്പോഴും സംഭവിക്കാത്തതുകൊണ്ടാണ് അതിന് കലാമിറ്റി, ദുരന്തം എന്ന് പറയുന്നത്. പക്ഷേ ടെക്നോളജി കൊണ്ട് കുറച്ചൊക്കെ അതിന് പിടിച്ചു നിർത്താൻ പറ്റുന്നത് പ്രയാസമാണ്. അത് ഒരു ലിമിറ്റ് ഉണ്ട് എല്ലാത്തിനും. പ്രകൃതിയോട് കളിക്കാൻ നമുക്ക് വലിയ പ്രയാസമുണ്ട്. അത് അത്ര എളുപ്പമല്ല. പ്രകൃതിയുടെ വഴിക്ക് വിടാന്നുള്ളത് അതിനെ വിടുക എന്നുള്ളത് തന്നെയാണ്. അതിൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ധിഷണാശാലികളായ ഭരണകൂടം പലപ്പോഴും മുമ്പൊക്കെ ചെയ്യുന്ന പറഞ്ഞാൽ പലതിലും ഇവിടെയൊക്കെ നമ്മൾ പറയാറുണ്ട് വെള്ളത്തിൽ മണ്ണിട്ടിട്ട് അവിടെയാണിപ്പം നമ്മൾ പാമ്പുണ്ടാക്കിയത്. അതങ്ങനെ വരുന്ന ഒരു വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ പറയാൻ പറ്റും അതെന്തിനാ അങ്ങനെ ഉണ്ടാക്കിയതുകൊണ്ടല്ലേ. അതിലുണ്ടാവുന്ന ഗുണങ്ങളാണ് 99%. അവിടെ ഇഷ്ടംപോലെ ആൾ ജീവിക്കുന്നുണ്ട്, ഒരുപാട് ആൾ ജോലി ചെയ്യുന്നുണ്ട്, അവർ നാട്ടിലുള്ള ആൾക്കാരോട് വന്നിട്ട് ജോലി കിട്ടുന്നത്. ഇതൊക്കെ ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ വന്നുകൊണ്ടാണ്. അപ്പം എല്ലാ കാലത്തും എല്ലാ ലോകത്തും എല്ലാ സ്ഥലത്തും ഇങ്ങനെയുള്ള പുതിയ കാര്യങ്ങൾ വരുമ്പോഴും ജീവനോപാധി ഗവൺമെൻറ് ഉണ്ടാക്കുമ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ടേ ഉണ്ടാക്കുകയുള്ളൂ. അതിലിങ്ങനെ വരുന്നത് ആപത്ത്, അത്യാപത്ത്, വിപത്ത് എന്ന് പറയും നമ്മൾ. അതിനുള്ള നെക്സ്റ്റ് റെമഡി കണ്ടെത്തുക. ഇറ്റ് ഹാപ്പൻസ്. അതിനാരെയും നമുക്ക് ഒരാളെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല.